ഹലോ, ഇത് റോബിനാണ്. റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുവാൻ എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുവാൻ മറ്റൊരു വഴിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നേരെ ഗൂഗിളിലേക്ക് പോകാം. ഗൂഗിളിൽ ചെന്ന് ebates.com എന്ന് അടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ebates എന്ന് മാത്രം അടിക്കുക. ഏറ്റവും ആദ്യം കിട്ടുന്ന ഈ റിസൾട്ട്, ഈ വെബ്സൈറ്റാണ് നമുക്ക് ഇന്ന് ഓൺലൈൻ പൈസ ഉണ്ടാക്കാനുള്ള വഴിയുമായിട്ട് എത്തിയിരിക്കുന്നത്. ebates എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ചെല്ലുക. ഈ വെബ്സൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള സ്റ്റോറുകളുണ്ട്. വാൾമാർട്ട്, eBay, ആമസോൺ, ടാർജറ്റ്, കോൾസ്, അങ്ങനെയുള്ള ഒത്തിരി ഫേമസ് ആയിട്ടുള്ള റീറ്റെയിൽ സ്റ്റോറുകളുണ്ട്. ആ റീറ്റെയിൽ സ്റ്റോറുകളിൽ നമുക്ക് ഈ ebates എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പല സ്റ്റോറുകാരും പലതായിരിക്കും ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ വാൾമാർട്ടുകാർ പ്രസൻ്റ്ലി 2% ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമ്മൾ വാങ്ങിക്കുന്ന ഫൈനൽ പ്രൈസിൻ്റെ 2% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ebatesൻ്റെ അക്കൗണ്ടിലോട്ട് കിട്ടും. നമുക്ക് ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ebatesൽ വരാം. ebates വഴി ആ സ്റ്റോറിൻ്റെ വെബ്സൈറ്റിൽ ചെല്ലുക, വെബ്സൈറ്റിൽ ചെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ebates വഴി പോകുമ്പോൾ അത് വഴിയെ പോയെന്നുള്ള ലിങ്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ebatesലേക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അങ്ങനെ എല്ലാ മാസത്തിൻ്റെ അവസാനവും നമ്മളുണ്ടാക്കിയ ക്യാഷ് ബാക്ക് കൂടി എല്ലാം ഒരുമിച്ച് ഒന്നെങ്കിൽ നമുക്ക് ചെക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പേപ്പാൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേപ്പാൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ഈസി. അവർ നേരെ അതിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് പൈസ വേണമെങ്കിൽ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേപ്പാൽ വഴി ആ പൈസ ഉപയോഗിച്ച് പേ ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈസിയാണ്. ജസ്റ്റ് ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രം ഉണ്ടായാൽ മതി. ഇമെയിൽ അഡ്രസ്സ് ആദ്യമേ വരുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ലോഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ebatesൽ വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത്, നമ്മൾ പുതിയതായിട്ട് സൈനപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുന്നവർക്ക് കുറേ ഓഫറുകളുണ്ട്. അതായത് ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3-4 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നമുക്ക് $10 ഗിഫ്റ്റ് കാർഡുകൾ വാൾമാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ കോൾസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ 3-4 കടകളുടെ, ടാർജറ്റിൻ്റെയോ, അങ്ങനെ 3-4 കടകളുടെ $10 ഗിഫ്റ്റ് കാർഡ് കിട്ടും. അല്ലെങ്കിൽ $5 ebatesൻ്റെ അക്കൗണ്ടിലോട്ട് കിട്ടും. ഓക്കെ, ഞാൻ സൈനപ്പ് ചെയ്തപ്പോൾ ebatesൻ്റെ അക്കൗണ്ടിലോട്ട് $5 എടുത്തത്. അപ്പോൾ പുതിയതായിട്ട് സൈനപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. ആ $5 കിട്ടും. പുതിയതായിട്ട് സൈനപ്പ് ചെയ്യുക, $5 കിട്ടും. നിങ്ങൾ ebatesലെ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഇഷ്ടമുള്ള വാൾമാർട്ടിൽ, ഇപ്പോൾ എക്സാമ്പിളിന് വാൾമാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് വാൾമാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. വാൾമാർട്ടിൽ ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കുന്നത് 2% ഓഫാണ്. അവർ വാങ്ങി തന്നെ. ഇപ്പം വേറൊരു കട നോക്കാം, നമുക്ക് ആമസോൺ നോക്കാം. ആമസോൺ ഓൺലൈനിൻ്റെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അവരിപ്പോൾ ഓഫർ ചെയ്യുന്നത് 5% ഓഫാണ്. നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ 5% ഓഫ് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ebatesൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന് വീഴും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒത്തിരി പർച്ചേസ് ചെയ്താൽ ഒത്തിരി ക്യാഷ് ബാക്ക് ഉണ്ടാവും. ആ എല്ലാ ക്യാഷ് ബാക്കുകളും കൂടി എല്ലാ മാസത്തിൻ്റെ അവസാനം ചെക്കായിട്ടോ പേപ്പാലിലോ നമുക്ക് പൈസ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ആമസോണിൽ ഞാൻ ഈ വഴി പോകണമെന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അതായത് ഡ്രസ്സുകളാണെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ ഔട്ട്ഡോർ സ്പോർട്സ്, ലഗേജ്, എന്തായിട്ട് റിലേറ്റഡ് ആണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സാധനം വാങ്ങിക്കാനില്ല, വെറുതെ അറിയാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇവിടെ സൈഡിൽ കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഏത് കാറ്റഗറിയിൽ നിന്ന് പോയി വേണമെങ്കിലും നോക്കാം. അപ്പോൾ കാറ്റഗറീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ഇപ്പോൾ ജ്വല്ലറി ചൂസ് ചെയ്യണമെങ്കിൽ ജ്വല്ലറി വിൽക്കുന്ന എല്ലാ കടകളുടെയും ഇപ്പോഴത്തെ കറണ്ട് ക്യാഷ് ബാക്ക് എത്രയാണെന്ന് അവർ കാണിച്ചു തരും. അപ്പോൾ പലർക്കും പലതാണ്. ഇപ്പോൾ ആഷ്ഫോർഡിന് 3% ആണ്, ബ്ലൂ നീൽസിന് 2.5% ആണ്, JC Penneyക്ക് 3% ആണ്. അപ്പോൾ എത്ര ക്യാഷ് ബാക്കാണ് പറയുന്നത്. ഇപ്പോൾ ഗെയിമോ ടോയ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും എത്രയൊക്കെ വെച്ച് ഇപ്പോൾ ഓഫർ ചെയ്യുന്നതെന്നുള്ളത് ഇവർ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് സാധനങ്ങൾ അങ്ങനെ വേണമെങ്കിൽ പോയി വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ഒരു സാധനം തന്നെ വേണ്ടതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു എക്സ് ബോക്സ് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിക്കും, Xbox 360.
വാങ്ങിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എല്ലാ കടക്കാരും എത്ര വെച്ച് ക്യാഷ് ബാക്ക് പെർസെൻറ്റ് ഓഫർ ചെയ്യേണ്ടെന്നുള്ളത് ഇങ്ങനെ കാണിച്ചു തരും അവർ. ഓക്കെ, നിങ്ങൾ ഇത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. വൺസ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സാധനം കണ്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു, അല്ലെങ്കിൽ ഏത് സാധനം ഏത് ഐറ്റം എന്ന് ഉറപ്പിച്ചു, അങ്ങനെ ആ ഐറ്റം സെർച്ച് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് ഷോപ്പ് നൗ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കുന്നത്. ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സെൻഡ് ചെയ്യാം. സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ, ഇപ്പോൾ ഇബേറ്റ്സിൽ വന്നിട്ട് നമ്മൾ ഏത് വെബ്സൈറ്റിലോട്ട് എന്ത് പർച്ചേസ് ചെയ്യാൻ പോയാലും, എന്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാലും, ഇപ്പോൾ ഇബേയിലാണ് ഞാൻ പോകുന്നതെന്നിരിക്കുക. അപ്പോൾ ഈ ഇബേറ്റ്സ് വഴിയാണ് ഇബേയിലോട്ട് പോകുന്നതെങ്കിൽ 5% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇബേയിലില്ല. ഇല്ലെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാധനങ്ങൾ സെർച്ച് ചെയ്യണു, വാങ്ങിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ക്യാഷ് ബാക്ക് കിട്ടുന്നു 5% അവർ പറഞ്ഞത്. ഫുഡ് ആൻഡ് വൈൻ ഞാൻ വേറൊരു ഇത് ചെയ്തോളാം, ടോയ്സ് ആർ എസ് അതുകൊണ്ട്. അപ്പോൾ അവർ പറയും കൺഗ്രാജുലേഷൻ 2% ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ. കാര്യം ഇപ്പം ഞാൻ ഇബേറ്റ്സ് വഴി വരുമ്പോൾ ഇബേറ്റ്സുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും ഇപ്പോൾ ഇവരുടെ ഹോം പേജ്. അപ്പോൾ അവർക്കറിയാൻ പറ്റും നമ്മൾ ഇബേറ്റ്സ് വഴി ചെന്നാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ക്യാഷ് ബാക്ക് ഇബേറ്റ്സുകാർ നമുക്ക് തരും. ഇബേറ്റ്സുകാർക്ക് ഇങ്ങനെ തരുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഇപ്പോൾ ടോയ്സ് ആർ എസ് എന്ന് പറഞ്ഞ കടക്കാർ അവർക്ക് പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ പൈസ ചിലവാകും. എല്ലാ കമ്പനിക്കാർക്കും പരസ്യത്തിനൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതാണ് ഈസി വേ. കാര്യം ആളുകൾ സെയിൽസ് പ്രതീക്ഷിച്ച് എല്ലാത്തിനും വിലക്കുറവ് പ്രതീക്ഷിച്ച് ഇബേറ്റ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് എന്തായാലും വരും. വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പരസ്യം കൊടുക്കുന്നതിലും ചിലവ് കുറവാണ്. ഇബേറ്റ്സുകാർക്ക് അതിൻ്റെ പകുതി പേ ചെയ്താൽ മതി. അപ്പോൾ ഇബേറ്റ്സുകാർ നമ്മളെ കസ്റ്റമറായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ക്യാഷ് ബാക്ക് തരണം. ഓക്കെ, നമ്മളെന്തായാലും ഓൺലൈനിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഇബേറ്റ്സ് വഴി പോയി സ്പെൻഡ് ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ സെർച്ച് ചെയ്യുക. നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങും. പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഇല്ല, ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി. ഇമെയിൽ അഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയാത്രേ ഉള്ളൂ. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അകത്ത് കയറി എല്ലാ ടാബുകളൊന്നും ബ്രൗസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളൊക്കെ. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്ടം പോലെ സ്റ്റോറുകളുണ്ട്. ഏത് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാലും പല ക്യാഷ് ബാക്കുകളുണ്ട്. ആ ക്യാഷ് ബാക്ക് എല്ലാം നമ്മുടെ ഇബേറ്റ്സ് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് കിടക്കും. നമുക്കത് മാസാവസാനം ചെക്കായിട്ടോ അല്ലെങ്കിൽ പേപ്പാൽ അക്കൗണ്ടിലോട്ടോ ക്രെഡിറ്റ് ആക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഓൺലൈൻ പൈസ ഉണ്ടാക്കാനുള്ള പുതിയൊരു ടിപ്പ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. പിന്നെ എല്ലാവരും ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇതിൽ നോക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടുക. ജസ്റ്റ് അല്ലാതെ സംശയങ്ങൾ ചോദിക്കരുത്. ഇതിലൊരു അക്കൗണ്ട് ആദ്യമേ തുടങ്ങുക, എന്നിട്ട് എല്ലാ ടാബും സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി പൈസ കുറവിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക.